മോഹൻലാലിന് ചീങ്കണ്ണിയെ സമ്മാനിച്ചു. വർഷങ്ങൾ ഒത്തിരി പോകണം പിറകോട്ട്. കുറച്ചൊന്നും പോരാ, ഒരു 3 പതിറ്റാണ്ടെങ്കിലും പിറകോട്ട്. അന്ന് തെക്ക് തിരുവനന്തപുരത്തുനിന്ന് ഇങ്ങ് വടക്ക് കോഴിക്കോട്ടേക്ക് വന്നതായിരുന്നു ആ 21കാരൻ മോഹൻലാൽ. തങ്ങിയത് സിനിമക്കാരുടെ താവളമായ മഹാറാണിയിൽ. അതെ, കോഴിക്കോടിന്റെ സ്വന്തമായ മഹാറാണിയിൽ. അവിടെ സിനിമക്കാർ, ചീട്ടുകളി സംഘങ്ങൾ, മരക്കച്ചവടക്കാർ, ദല്ലാളുകൾ, ബുദ്ധിജീവികൾ, കവികൾ, നോവലിസ്റ്റുകൾ, പാട്ടുകാർ, സ്ഥലത്തെ പ്രധാന ഗുണ്ടകൾ, ഇതൊന്നും കൂടാതെ ഒരു പണിയുമില്ലാത്തവർ. ആ സാമ്രാജ്യത്തിന്റെ അധിപന്മാരായവരോടൊത്തുള്ള ജീവിതം ശരിക്കും ഒരു പാഠപുസ്തകമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറത്ത് ഒന്ന് കണ്ണു ചിമ്മിത്തുറന്നാൽ എല്ലാം എനിക്ക് നിശബ്ദമായി വന്നു മറയുന്നത് കാണാൻ സാധിക്കും. തിക്കുറിശി, ശങ്കരാടി, കെ.പി. ഉമ്മർ, കുതിരവട്ടം പപ്പു, ബഹദൂർ, കുഞ്ഞാണ്ടി, നെല്ലിക്കോട് ഭാസ്കരൻ, ടി. ദാമോദരൻ മാസ്റ്റർ, ഭാസ്കരക്കുറുപ്പ്, കോഴിക്കോടൻ, സുരാസു, ആരെയും ഒഴിവാക്കാനാവില്ല, ഇനിയും ചേർത്തു നിർത്താനല്ലാതെ. ഇവിടെ വലിപ്പച്ചെറുപ്പമില്ലായിരുന്നു. ഞാനായിരുന്നു എല്ലാവരിലും ഇളയവൻ. പക്ഷേ അതൊരിക്കലും കാണാൻ അവർ തയ്യാറായിരുന്നില്ല. ഇവിടെ വയസ്സിന് സ്ഥാനമില്ല. ചീട്ടുകളിയും വ്യത്യസ്ത ഭക്ഷണങ്ങളുമായിരുന്നു ഈ കൂട്ടായ്മയുടെ ഹൈലൈറ്റ്. ആ അനുഭവങ്ങൾ ഓർക്കുന്നതിനിടയ്ക്കാണ് ഏറ്റവും വലിയൊരു സമ്മാനം എന്നെ തേടിയെത്തുന്നത്. മഹാറാണിയിലെ ഒരു പ്രഭാതമാണ്. ഞാൻ എഴുന്നേറ്റിട്ടേയുള്ളൂ. വാതിലിന് ഒരു മുട്ട് കേൾക്കുന്നു. ചെന്ന് വാതിൽ തുറന്നപ്പോൾ അപരിചിതനായൊരു മനുഷ്യൻ. എന്താണ് കാര്യമെന്നന്വേഷിച്ചപ്പോൾ അയാൾ അകത്തേക്ക് കയറി. കയ്യിലുണ്ടായിരുന്ന ഒരു സ്ഫടികഭരണി ടേബിളിൽ വെച്ചു. അതിൽ ഒരു ചീങ്കണ്ണി കുഞ്ഞായിരുന്നു. ഇതെന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു, ഇങ്ങക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ താൽപ്പര്യമുണ്ടെന്നറിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അയാളോട് ആരാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതെന്നറിയില്ലെങ്കിലും ഒരു ചീങ്കണ്ണിയെ ഇത്ര അടുത്ത് കാണുന്നത് അന്നാദ്യമായിട്ടായിരുന്നത്രേ. തൊഴിലിന്റെ ഭാഗമായി സഞ്ചരിക്കാത്ത ഒരു സ്ഥലവും ഈ ലോകത്തില്ല. എന്നാൽ മഹാറാണി എന്ന കോഴിക്കോടിലെ ആ മഹാസാഗരം തന്ന വിസ്മയങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമായിരുന്നു. മറകളില്ലാതെ ആളുകളോട് പെരുമാറാനുള്ള പരിശീലനങ്ങളെല്ലാം എനിക്ക് തന്ന മഹാറാണി ഇന്നും കോഴിക്കോട് തലയുയർത്തി നിൽക്കുന്നുണ്ടെന്നുകൂടി ലാലേട്ടൻ കൂട്ടിച്ചേർക്കുന്നു. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.